ഈ 12 CPM നേതാക്കന്മാരെ കൂടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ് എന്നറിയാൻ ആകാംക്ഷയുണ്ട് ജിജീഷ്. ആരിലേക്കൊക്കെ അന്വേഷണം പോകുന്നു മാത്രമല്ല സംസ്ഥാന നേതൃനിരയിലേക്കൊക്കെ അന്വേഷണം പോകുന്നു എന്നൊക്കെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വളരെ വേഗം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ജിജീഷിൽ നിന്ന് വേണം. ഉമേഷ്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളിലേക്ക് തങ്ങൾ കടക്കുന്നുവെന്ന കൃത്യമായ വിവരം ED വൃത്തങ്ങൾ നൽകുന്നത്. അവർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സമൻസ് നൽകി വരുന്ന ഘട്ടത്തിൽ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ രണ്ടാം ഘട്ട അന്വേഷണം CPM-ന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാകുന്നത്. 12 നേതാക്കൾ, അതിൽ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കളിലൂടെ കടന്ന് സംസ്ഥാന നേതൃത്വം വരെ എത്തുന്ന വലിയ ഒരു നിരയാണ് ഈ 12 പേരെന്ന് പറയുന്നത്. ഈ 12 പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പങ്കാളിത്തം വിവിധ തലങ്ങളിലാണ്. ചില ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ ചെലുത്തിയ ആളുകളാണ്. അനധികൃതമായി ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി ബാങ്കിന് മേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയ ആളുകളാണ് ചില ആളുകളെങ്കിൽ മറ്റു ചില ആളുകൾ ചെയ്തിരിക്കുന്ന കൃത്യമെന്ന് പറയുന്നത് CPM-ന്റെ അനധികൃതമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനമായിരുന്നു മറ്റു ചില നേതാക്കൾ നടത്തിയത്. അങ്ങനെയാണ് CPM-ന്റെ നിരവധി അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ അടക്കം ഉണ്ടാകുന്നത്. അവിടെ 72 ലക്ഷം രൂപയുടെ നിക്ഷേപം ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്നത് 50 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലായി നടത്തിയതായി കണ്ടെത്തുകയും എല്ലാം ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 12 നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. അതിൽ സംസ്ഥാന നേതാക്കൾ വരെ ഉണ്ട് എന്നത് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ 12 നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. നേരത്തെ MM വർഗീസ് അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് MM വർഗീസ്, സംസ്ഥാന സമിതി അംഗമാണ് MM വർഗീസ്. ഒപ്പം തന്നെ AC മൊയ്തീനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. മുൻ മന്ത്രിയാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. MK കണ്ണനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ്. അതോടൊപ്പം കൂടുതൽ സംസ്ഥാന നേതാക്കളിലേക്ക് ചോദ്യം ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതൃത്വത്തിനുള്ള പങ്കാളിത്തമാണ് വ്യക്തമാകുന്നത്. വിവിധ തലങ്ങളിൽ പാർട്ടി ഇവിടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ലോണുകൾ അനുവദിപ്പിക്കുന്നതിന് വേണ്ടിയും വായ്പാ തട്ടിപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയും. ശരി ജിജീഷ്, എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോഴും CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുകയാണ്. കരുവന്നൂർ മാത്രമല്ല സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ ബാങ്കുകളിലേക്കൊക്കെ ED അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കരുവന്നൂരിൽ എന്തായാലും 12 CPM നേതാക്കളെ കൂടി രണ്ടാം ഘട്ടത്തിൽ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മൊഴിയെടുക്കാനൊക്കെ വിളിച്ചു വരുന്നു പറയുമ്പോൾ നേരത്തെ തന്നെ പല കുറി പറഞ്ഞതാണ് കരുവന്നൂരിൽ തട്ടിപ്പ് നടത്തിയത് വ്യക്തികളല്ല, പാർട്ടി തന്നെ ഔദ്യോഗികമായി തട്ടിപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ CPM-ന്റെ ഒരു ഔദ്യോഗിക തട്ടിപ്പിന് ഉദാഹരണമായി കരുവന്നൂർ മാറുകയാണ്. ജിജീഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.